ഇന്ന് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സെക്ഷൽ പ്രോബ്ലമാണ് ശ്രീകസ്ഖലനം അഥവാ പ്രീമച്വർ ഇജാക്കുലേഷൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം 25-35% മൂന്നിലൊരാൾക്കുള്ള മെയിലിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റാണ് ശ്രീകസ്ഖലനം. ഈ ശ്രീകസ്ഖലനം എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ സഹായകരമാവുന്ന 3 ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. പൊതുവേ നമ്മുടെ എല്ലാവർക്കും അറിയാം, പിന്നെ പുരുഷന്മാർ പുറത്ത് പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ കൺസൾട്ടിങ്ങിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കുറിച്ച് വരുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ശ്രീകസ്ഖലനം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും, കാരണം നമുക്ക് വരുന്ന കോൾസ് നോക്കുകയാണെങ്കിൽ അധികവും പുറത്തു നിന്നാണ്, വിദേശത്തുള്ള NRI, ഗൾഫ് പേഷ്യൻസാണ് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ തന്നെ അധികവും ഈ പറഞ്ഞ നൈറ്റ് ഷിഫ്റ്റുള്ള ആൾക്കാരാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ എന്താണ് ശ്രീകസ്ഖലനം നമുക്ക് നോക്കാം. ഈ പറഞ്ഞ ശ്രീകസ്ഖലനം എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്ക് ഒരു പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ, ഇപ്പോൾ പണ്ടൊക്കെ നല്ല ടൈമിങ്ങുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് തന്നെ അറിയാൻ പറ്റും ബിലോ ഒരു 2 മിനിറ്റ്സിൽ താഴെ അല്ലെ ബിലോ 1 മിനിറ്റ് താഴെയാണ് നമ്മൾ പൊതുവെ ശ്രീകസ്ഖലനം എന്നുള്ളത് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 3 ടൈപ്പാണുള്ളത്. ഒന്ന് പ്രൈമറി പ്രീമച്വർ ഇജാക്കുലേഷൻ. പ്രൈമറി പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മെഡിസിൻ എടുത്താലും ഇല്ലെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് സെക്കൻഡറി ആണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ ഡയബറ്റിക് ആയാലും ഹോർമോണൽ വേരിയേഷൻ ആയാലും തൈറോയ്ഡ് മറ്റേ എന്തെങ്കിലും ഒരു സെക്കൻഡറി ഇഷ്യൂസ് കൊണ്ടുണ്ടാവുന്നതാണ് സെക്കൻഡറി പ്രീമച്വർ ഇജാക്കുലേഷൻ. ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. തേർഡ് ഉള്ളത് വേരിയബിൾ ആണ്. അതായത് ചില സമയത്ത് കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രയാസങ്ങളും ഉണ്ടാവില്ല, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻ ആയിരിക്കും. പക്ഷേ ചില സമയത്ത് എന്തായിരിക്കും ഈ പറഞ്ഞ പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട 3 ടൈപ്സ്. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞ ഏറ്റവും ഇതിൻ്റെ കാരണങ്ങളായിട്ട് നേരത്തെ പറഞ്ഞത് സഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇനി സൈൻ ആൻഡ് സിംറ്റംസ്, അതായത് ഈ അസുഖം ശ്രീകസ്ഖലനം എന്നുള്ള ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാർട്ട്ണർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ടെൻഷൻ വരിക, നമുക്ക് ബന്ധപ്പെട്ട സമയത്ത് എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വരിക. അതോടൊപ്പം തന്നെയാണ് ഒരു സെക്സിനോടുള്ള താല്പര്യം കുറയുന്നതായിട്ടൊരവസ്ഥ. ചിലപ്പോൾ പാർട്ട്ണർ ചോദിക്കുന്നത് നമുക്കിപ്പോൾ ഈ അടുത്തായിട്ട് എന്തൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ള ചില ചോദ്യങ്ങൾ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. വളരെ കുറച്ച് മാത്രം സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. മൂന്നാമത്താണ് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സ്. കാരണം എന്ന് പറഞ്ഞാൽ ചില ഏരിയകളിൽ ആവശ്യമില്ലാതൊരു പേടിയായിരിക്കും. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സെക്ഷൽ പ്രൈവറ്റ് ഏരിയയിൽ പെയിനോ കാര്യങ്ങളും, ഇപ്പം സെക്സിൽ ബന്ധപ്പെടുന്ന സമയത്ത് പെയിനോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടോ ഉണ്ടാവുക എന്നുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെക്ഷൽ ഈ പറഞ്ഞ പ്രീമച്വർ ഇജാക്കുലേഷനെ തടയാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനമായിട്ടുള്ള 3 ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്നതാണ് വാട്ടർമെലൺ. ഇതിന് അറിയപ്പെടുന്നത് നാച്ചുറൽ വയാഗ്ര ആയിട്ടാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൈട്രിക് ഓക്സൈഡ് കണ്ടന്റ് ഇതിലുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ആക്ഷൻ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസോ ഡയലേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഞരമ്പുകളെ പൂർണ്ണമായിട്ടും വികസിപ്പിക്കാൻ സഹായിക്കും. നമുക്കൊക്കെ അറിയാൻ പറ്റും, ചെറിയ ഡ്രൈനേജൊക്കെ, ഇപ്പോൾ റോഡ് സൈഡിലുള്ള ഡ്രൈനേജ് ഈ ചില സമയങ്ങളിലും നമുക്കറിയാം മൺസൂണിന് മുമ്പായിട്ട് ക്ലീനിങ് ഉണ്ടാവും, അല്ലെ മന്ത്ലിയൊക്കെ ക്ലീനിങ് ഡേ ഒക്കെ ഗവൺമെൻറ് ആചരിക്കും. എന്ന് പറഞ്ഞാൽ ഡ്രൈനേജ് ക്ലിയർ ചെയ്താൽ മാത്രമേ എന്താവും പ്രോപ്പർ ആയിട്ടുള്ള സപ്ലൈ ഉണ്ടാവുള്ളൂ, ഡ്രൈനേജ് സപ്ലൈ ഉണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെ ശരീരത്തിൻ്റെ രക്തക്കുഴലുകൾ പല പല വേസ്റ്റ് മീറ്റ് നമ്മുടെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഫുഡ് ഹാബിറ്റ് കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്, പല ഈ പറഞ്ഞ LDL വന്ന് അടിഞ്ഞുകൂടാം, കൊളസ്ട്രോൾ കാര്യങ്ങൾ കൊണ്ട് പ്രോപ്പർ അല്ലാതെ ബ്ലോക്ക് ആവും. ഈ സാധനങ്ങൾ കൊണ്ട് തന്നെ എല്ലാ ഓർഗൻസിലും, പ്രത്യേകിച്ച് മെയിൽ ഓർഗൻസിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നൈട്രിക് ഓക്സൈഡ് എന്ത് ചെയ്യും, എല്ലാ മസിൽസിൻ്റെയും കൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യും. വാസോ ഡയലേഷൻ അത് നന്നായിട്ട് വികസിക്കുകയും എല്ലാ ഭാഗങ്ങളിലേക്കും സർക്കുലേഷൻ എത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സഹായിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ വരുന്ന കേസിൽ ഒരു 90% കേസിലും ടെൻഷൻ റിലേറ്റഡ് ആണ്. ജോലിയുടേതായിരിക്കാം, അല്ല മറ്റേ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, പേഴ്സണലായിട്ടായിരിക്കും. ഈ 3 തരത്തിലായാലും ടെൻഷൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ നൈട്രിക് ഓക്സൈഡിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്, മൈൻഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ഫ്രീനെസ് കൊടുക്കും. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഒരു സെക്സിനോട് തന്നെ താല്പര്യം ഉണ്ടാവും. മറ്റൊരു ചടങ്ങ് പോലെ മറ്റ് പല പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ സെക്സിലേക്ക് ഏർപ്പെടുക. അതിന് പകരമായിക്കൊണ്ട്
ഇപ്പോൾ ഫോണൊക്കെ ഫസ്റ്റ് ഫോൺ വാങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, എന്ത് ഡിവൈസും അതിൽ ഒരുപാട് ഫയലുകൾ വന്ന് എന്താവും, പതിയെ ഹാങ് ആവും. അതുപോലെ മൈൻഡിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാവും. ഇത് പതിയെ നമ്മുടെ എല്ലാ സെക്ഷൽ ലൈഫിനടക്കം ബാധിക്കും. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞ നെർവ്സിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഇൻഫ്ലമേഷനും കാര്യങ്ങളും കുറക്കും. ഈ രൂപത്തിലാണ് ഈ പറഞ്ഞ പ്രീമച്വർ ഇജാക്കുലേഷനെ വാട്ടർമെലൺ സഹായിക്കുന്നത്. ഇതേ എഫക്റ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞ കാപ്പിക്കുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതാണ് ബീട്രൂട്ട് ജ്യൂസ്. ഇതിലൊക്കെ സെയിം നൈട്രിക് ഓക്സൈഡാണ് കണ്ടന്റാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 3 തരത്തിലുള്ള ആക്ഷനിലൂടെയാണ് ഇത് പ്രീമച്വർ ഇജാക്കുലേഷനെ സഹായിക്കുന്നത്. അപ്പൊ പ്രീമച്വർ ഇജാക്കുലേഷൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും ഭക്ഷണ രീതിയിലും ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത്യാവശ്യം ക്രോണിക് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം എന്താണ്, സ്റ്റാർട്ടിങ് മുതലുള്ളതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒരു 1 month 2 months ഒക്കെ ഉള്ള കേസുകളാണെങ്കിൽ കുഴപ്പമില്ല. വർഷങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ടോ കംപ്ലൈൻറ്റ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ കേസ് പഴകും തോറും ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും. അപ്പോൾ ഫ്രഷ് കേസുകളൊക്കെ ആണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റ്, ഫാസ്റ്റ് ആയിട്ടുള്ള റിലീഫ് പേഷ്യൻസിനെ ലഭിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കലോഞ്ചി ഓയിൽ അഥവാ കരിഞ്ജീരകത്തിൻ്റെ ഓയിലും 1 ടീസ്പൂൺ തേനുമാണ്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നൈറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ഇതിൻ്റെ ആക്ഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും തേനിൻ്റെ ആക്ഷൻ വരുന്നത് ബോഡിയുടെ ടെമ്പറമെൻറ്റ്, ബോഡിയുടെ പ്രകൃതം, ബോഡിയുടെ ചൂട് കുറയാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഈ പറഞ്ഞ പ്രീമച്വർ ഇജാക്കുലേഷൻ ഉള്ള പേഷ്യൻസിൽ ഒരു 50 to 70% പേഷ്യൻസിന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയണം, ഡോക്ടറെ നമ്മുടെ ശരീരം എപ്പോഴും ചൂടാണെന്ന് പറയും. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ്, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ, അബ്ഡമിനൽ, അതായത് അബ്ഡമിനൽ വയറുവേദന ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് ഗ്യാസിൻ്റെ നല്ല പ്രയാസങ്ങൾ തന്നെ ഉണ്ടാവാറുണ്ട്. ചില പേഷ്യൻസ് പറയും ഡോക്ടർ ഗ്യാസിൻ്റെ അത്രമാത്രം ബുദ്ധിമുട്ടില്ല, പക്ഷേ ഒരു ഇൻഡൈജഷൻ ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയും. ചില പേഷ്യൻസിന് കഫിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നാണ്. ഈ മേൽപ്പറഞ്ഞ എല്ലാവിധ അസുഖങ്ങൾക്കും കലോഞ്ചി വളരെ എഫക്റ്റീവാണ്. കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹോർമോണൽ ഇംബാലൻസിങ് ഉണ്ടാവും. ബോഡിയിൽ നിന്ന് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ആവും. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ആവുന്നതോടെ എന്താ സംഭവിക്കുക, ബോഡിയിൽ ആവശ്യമുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളും വളരെ എഫക്റ്റീവായിരിക്കും. ഈ പറഞ്ഞ എല്ലാവിധ സർക്കുലേഷൻസ് എല്ലാ ഭാഗങ്ങളിലും ഹാപ്പി ആയിരിക്കും. അതുപോലെ ബോഡിയുടെ ഹൈഡ്രേഷൻ നാച്ചുറലി നിലനിർത്താൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹോർമോണൽ ബാലൻസിങ്ങിന് വളരെ എഫക്റ്റീവാണ്. പിന്നീടുള്ളത് എന്താണ്, തേനാണ്. തേൻ്റെ നേച്ചർ എന്താണ്, ഈ പറഞ്ഞ പോലെയാണ്, ഈ സ്ട്രെസ് കുറക്കാൻ വളരെ എഫക്റ്റീവാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ മസിൽസിനും നെർവ്സിനും സ്ട്രെങ്ത് കൊടുക്കാൻ തേൻ വളരെ എഫക്റ്റീവാണ്. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ കഴിക്കുന്നതോട് കൂടിയിട്ട് നേരത്തെ ഈ പറഞ്ഞ പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കാൻ എന്ത് ചെയ്യും, പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് പതിയെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി എന്താണ് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വരുന്നത് നമുക്കത് സെക്ഷൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ബിലോ 1 minute ചില പേഷ്യൻസ് പറയാം ഡോക്ടർ നമ്മൾ ഇൻസേർട്ട് ചെയ്യണ സമയത്ത് തന്നെ ഇജാക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാസ്റ്റുർബേഷനാണ്. നമ്മൾ മാസ്റ്റുർബേഷൻ ചില സമയത്ത് കല്യാണത്തിന് മുമ്പൊക്കെ മാസ്റ്റുർബേഷൻ നമ്മൾ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ചെയ്തിരുന്നത്, അതൊരു പ്രോഗ്രാമിങ് പോലെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ പാർട്ട്ണറായിട്ട് സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ മൈൻഡ് സെക്സിലേക്ക് ഏർപ്പെടുകയും ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് ഇജാക്കുലേഷൻ സംഭവിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നെർവ്സിന് വീക്ക്നെസ് വരും. നമുക്കൊക്കെ അറിയാം പ്രൈവറ്റ് പാർട്ട് നമ്മുടെ പെനിസിന് ചുറ്റും എന്നുള്ളത് ഹൈലി സെൻസിറ്റീവ് ഏരിയ ആണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രഷർ ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ പ്രൈവറ്റ് പാർട്ട് അത്രയും സെൻസിറ്റീവാണ്. നമുക്കിപ്പോൾ സ്പോർട്സ് ആയാലും മറ്റു കാര്യങ്ങൾ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴാണ് അത്രയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ കാരണം എന്താണ്, അത്രയും നെർവ്സ് ആ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ ഇതിനെ തുടർച്ചയായി മാസ്റ്റുർബേഷൻ ചെയ്യുന്ന സമയത്ത് അത് ഇതിനെ ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങും. അത് പതിയെ ഡിസ്ട്രോയ് വരികയും അതിന് നെർവ്സിൻ്റെ വീക്ക്നെസ്സിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഉള്ളത് സ്ട്രെസ്സാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ചില പുതിയ റിസർച്ച് പ്രകാരം ഈ പറഞ്ഞ കീറ്റോ ഡയറ്റ് എടുത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കുറച്ച ആൾക്കാർക്ക് 30 to 50% ഈ പറഞ്ഞ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്നുള്ള ബുദ്ധിമുട്ട് മാറി കണ്ടിട്ടുണ്ട്.
അതിൻ്റെ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ വാട്ടർമെലൻ്റെയും ഈ പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ എഫക്റ്റ് വരുന്നത് എവിടെയാണ്? നൈട്രിക് ഓക്സൈഡിൻ്റെ റിലീസ് കൊണ്ടാണ്. അതിൻ്റെ എഫക്റ്റ് ആക്ഷൻ എങ്ങനെയാണ് വരുന്നത്? വാസോ ഡയലേഷൻ, അതായത് ഞരമ്പുകൾ പൂർണ്ണാവസ്ഥയിലേക്ക് വികസിക്കുകയും എല്ലാ ഭാഗങ്ങളിലേക്ക് രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രൈമറി അല്ലെ ബേസിക് ആക്ഷൻ വരുന്നത്. അപ്പോൾ ഇതെന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ബോഡി വെയിറ്റ് കുറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാവിധ പ്രശ്നങ്ങളും ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ മാറി കിട്ടി പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഉണ്ടാവും. ഇതേ അവസ്ഥ തന്നെയാണ് എന്ത് വരുന്നത്? നമ്മൾ പിന്നെ തുടർച്ചയായിട്ട് നേരത്തെ പറഞ്ഞ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ എന്താണ്? ഫിസിക്കൽ വർക്ക് നിങ്ങൾ ഒരു ദിവസം നിർബന്ധമായിട്ടൊരു 1 hour ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പ്രീമച്വർ ഇജാക്കുലേഷനുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 1 hour എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മോർണിംഗ് 1 hour ചെയ്യാൻ വരുന്നില്ലെങ്കിൽ അത് ഷിഫ്റ്റ് ആക്കിക്കൊണ്ട് 1/2 hour മോർണിംഗും 1/2 hour ഈവനിങ്ങും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം പിന്നെ സെക്ഷൽ ലൈഫായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമല്ല. അത് സർക്കുലേഷൻ കുറയുമ്പോൾ ബോഡിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് പ്രീമച്വർ ഇജാക്കുലേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസും സർക്കുലേഷൻ കൂടാനുള്ള മെഡിസിൻസ് എടുക്കുക അല്ലെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അത് ഓൾ ഓവർ ബോഡിയിലുള്ള എല്ലാ ബ്ലഡ് വെസൽസിനും അത് റിജുവിനേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർട്ട് അറ്റാക്ക് മറ്റ് എല്ലാവിധ അസുഖങ്ങളും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രീമച്വർ ഇജാക്കുലേഷൻ ഉള്ള ആൾക്കാർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രീമച്വർ ഇജാക്കുലേഷനായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.